നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജീനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് കപ്പാസിറ്റേഴ്സാണ്. അതിന് മുൻപേ നമ്മുടെ ചാർജ് കണ്ടക്ഷനെ അതിൻ്റെ ബേസിസിൽ നമ്മൾ സബ്സ്റ്റൻസസിനെ പ്രോഡ്ലി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് കണ്ടക്ഷൻ ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനാണ് കണ്ടക്ടേഴ്സ്. ആ ഒരു സബ്സ്റ്റൻസ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നു. ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആയിരിക്കും ഇൻസുലേറ്റേഴ്സ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഇത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും, ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യും. സെർട്ടൻ പോയിൻറ്റ്സിലായിരിക്കും അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് സെർട്ടൻ പോയിൻ്റ് വെച്ചിട്ട് അത് ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഒരു കണ്ടക്ടേഴ്സ്, ലെറ്റ് us കൺസിഡർ ടു കണ്ടക്ടേഴ്സ് ഹാവിങ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. അല്ലേ, ഒരു രണ്ട് ചാർജസിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസിനെ കൺസിഡർ ചെയ്യാം. പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ഉണ്ട്. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും വരുന്നത്? വി ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ട്. അതെന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ? വി പൊട്ടൻഷ്യൽ ഡിഫറൻസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് കണ്ടക്ടേഴ്സിനെ നമ്മൾ കപ്പാസിറ്റർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം എക്സ്പെരിമെൻ്റലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓൺ ദ കണ്ടക്ടർ. അല്ലേ, എന്തിനാണ് പ്രൊപ്പോർഷണൽ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടക്ടറിലെ ചാർജിനെയാണ്. ആസ് ചാർജ് ഇൻക്രീസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഓൾസോ ഇൻക്രീസസ്. അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എന്താണോ മാറ്റം സംഭവിക്കുന്നത്, അപ്പം ഈക്വലി മറ്റേ സൈഡും ആ ഒരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ആവുന്നതാണെങ്കിൽ ആസ് നോർമൽ എന്തായിരിക്കും, നമ്മുടെ ആ ഒരു ചാർജ് ഓൺ ദി കണ്ടക്ടറും ഇൻക്രീസ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് ദ റേഷ്യോ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. ദിസ് റേഷ്യോ ഈസ് ടേംഡ് ആസ് കപ്പാസിറ്റൻസ്. ആ ഒരു റേഷ്യോനെ ആണ് നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C is equal to Q by V. ഓക്കെ, ദ കപ്പാസിറ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ചാർജ് ഓൺ ഈതർ ഓഫ് ദി കണ്ടക്ടേഴ്സ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അതാണ് ഒരു കപ്പാസിറ്റൻസിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുന്നത്. എന്താണ്? ദ റേഷ്യോ ബിറ്റ്വീൻ ദി ചാർജ് ഓൺ ഈതർ ഓഫ് ദി കണ്ടക്ടേഴ്സ് ആൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഈ ഒരു കപ്പാസിറ്റൻസ് എന്നുകൊണ്ട് നമ്മൾ സിംപ്ലി മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി കേപ്പബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോറേജ്. അല്ലേ, ആ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഒരു ഇതിനെ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു കേപ്പബിലിറ്റീനെയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ്. നമ്മൾ നോർമലി നമ്മുടെ ആ ഒരു നോർമൽ ഡേയിൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവനത്ര കപ്പാസിറ്റി പോരാ, അല്ലെങ്കിൽ അവർക്ക് അത്ര കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ. അത് ഹോൾഡ് ചെയ്യണം, നമുക്ക് എന്തോ കാര്യം പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റീനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് എത്രത്തോളം ഉണ്ടെന്ന് അതിൻ്റെ മെഷർമെൻറ്റിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മുടെ കപ്പാസിറ്ററിന് SI യൂണിറ്റ് ഉണ്ട്. സോ ഇത് SI യൂണിറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് മെഷേർഡ് ഇൻ ഫാരഡ് ആയിരിക്കും കേട്ടോ വരുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് F എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്, അതായത് ക്യാപിറ്റൽ F. ഓക്കെ, ദ കപ്പാസിറ്റൻസ് ഈസ് 1 farad ഇഫ് എ ചാർജ് ഓഫ് 1 coulomb ക്രിയേറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. അതാണ് ഈ ഒരു പിക്ചറിൽ ഈ ഒരു PDF നിങ്ങൾക്ക് കാണാം. 1 farad ഈസ് ഈക്വൽ ടു 1 coulomb ഡിവൈഡഡ് ബൈ 1 volt. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. കൂളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് യൂണിറ്റാണ് അല്ലേ, ചാർജിൻ്റെ വലിയ യൂണിറ്റാണ്
കൂളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് നമ്മുടെ ഫാരഡ് ഉണ്ടല്ലോ 1 ഫാരഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഒരു വലിയ കപ്പാസിറ്റൻസിൻ്റെ വലിയ യൂണിറ്റാണ്, ലാർജ് യൂണിറ്റാണ് വരുന്നത്. അപ്പം യൂഷ്വലി ഈ ഒരു കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ നമ്മൾ നോർമൽ ചെറിയ യൂണിറ്റ്സിലൊക്കെ പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം 1 മൈക്രോ ഫാരഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁻6 ഫാരഡ് ആയിരിക്കും കേട്ടോ. അതിന് μF ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് μF എന്നാണ്. ആൻഡ് 1 പൈക്കോ ഫാരഡ് എന്ന് വെച്ചാൽ 10⁻12. ഓക്കെ, ഇതിനെ റിട്ടേൺ ചെയ്യുന്നത് PF എന്ന രീതിയിൽ, ദാറ്റ് ഈസ് പൈക്കോ ഫാരഡ് എന്നാണ് കേട്ടോ അത് വായിക്കുന്നത്. ഓക്കെ, ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ നോർമലി കപ്പാസിറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 പാരലൽ ലൈൻസ് ആയിട്ടാണ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഇതാ കണ്ടോ, ഇവിടെ കണ്ടില്ലേ 2 പാരലൽ ലൈൻസ് എയും ബിയും കൊടുത്ത്. അപ്പം നമുക്ക് ഇനിയിപ്പം പറയാൻ പോകുന്നത് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് ആണ്, എങ്ങനെയാണ് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലെറ്റ് കൺസിഡർ ഒരു ഇൻസുലേറ്റഡ് മെറ്റൽ പ്ലേറ്റ്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് കേട്ടോ എ എന്ന് പറഞ്ഞ ഇൻസുലേറ്റഡ് മെറ്റൽ പ്ലേറ്റ്. ആൻഡ് ഗിവ് ഇറ്റ് പോസിറ്റീവ് ചാർജ് ക്യൂ. ഇവിടെ എന്താണ് നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ക്യൂ ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ 2 സൈഡും കണ്ടോ, ഇതാണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ക്യൂ വരുന്നത്. ഓക്കെ, ആൻഡ് ടിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ വി ബിക്കംസ് മാക്സിമം. ഇതിന് ചാർജ് പോസിറ്റീവ് ചാർജാണ് ഈ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസുലേറ്റഡ് മെറ്റൽ പ്ലേറ്റിന്. ആൻഡ് അതിൻ്റെ പൊട്ടൻഷ്യൽ വി എന്തായിരിക്കും, മാക്സിമത്തിലായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അപ്പം നമ്മളിപ്പം അഡീഷണൽ ചാർജസ് ഒരു പവർ സോഴ്സ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നോർമലി ആ ഒരു മാക്സിമത്തിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇനി അഡീഷണൽ ചാർജ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജ് ഉണ്ടാവുമല്ലോ അത് ലീക്ക് ഔട്ട് ചെയ്തിട്ട് പോകും കേട്ടോ. അപ്പം ദ കപ്പാസിറ്റൻസ് ഓഫ് ദിസ് സ്പേസ് ഈസ് ഈക്വൽ ടു Q/V. ഇത് എന്തിന് ഈക്വലാന്നാണ് പറയുന്നത്, Q/V. ഓക്കെ, ഇനി നൗ ബ്രിങ് അനദർ ഇൻസുലേറ്റഡ് മെറ്റൽ പ്ലേറ്റ്. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അനദർ ഇൻസുലേറ്റഡ് മെറ്റൽ പ്ലേറ്റ് കണ്ടെത്തി. അതെന്താണ്, ബി എന്നതിനെ നെയിമിങ് ചെയ്തു. ഓക്കെ, ഇൻഡക്ഷൻ പ്രകാരം ഈ ഒരു ബിയിൽ നെഗറ്റീവ് ചാർജസ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ കാണാം അല്ലേ. നെഗറ്റീവ് ചാർജസ് ബിന് വരുന്നുണ്ട് ഈക്വൽ ടു ബി ആൻഡ് ഈക്വൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്സ് ഓൺ ഇറ്റ്സ് ഫേർദർ എൻഡ് അല്ലേ. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു ആൻഡ് പോസിറ്റീവ് ചാർജ് മറ്റേ എൻഡിലും അതിന് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, the induced negative charges tend to decrease whereas induced positive charge tend to increase the potential of A. നെക്സ്റ്റ് ഇവരെന്താ ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് ചാർജ് ഇവിടുത്തുള്ള പോസിറ്റീവ് ചാർജിനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലോ ഇവിടുത്തുള്ള പോസിറ്റീവ് ചാർജിനെ ഡിക്രീസ് ചെയ്യുകയും ആൻഡ് whereas induced positive charge എന്താകുന്നുണ്ട്, tends to increase the potential of A. ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാനും നോക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചർ ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താണ്, ബി പ്ലേറ്റ് ബി എന്തായിരിക്കുന്നുണ്ട്, എർത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജ് ഓൺ ഇറ്റ്, ഇവിടുത്തുള്ള ഇൻഡ്യൂസ്ഡ് പോസിറ്റീവ് ചാർജ് എന്തായി, എർത്ത് ചെയ്ത് പോയിട്ടുണ്ട് ഭൂമിക്കടിയിലേക്ക്. ഇത് എർത്ത് ചെയ്തതിനെ കൊണ്ട് അത് ഫ്രീ ആയി അത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. പക്ഷേ ഒരു റിയാലിറ്റി വെച്ച് നോക്കുന്നതാണെങ്കിൽ നെഗറ്റീവ് ചാർജാണ് ശരിക്കും ഈ ഒരു പ്ലേറ്റിൽ നിന്ന് എന്താണ് എർത്തിലേക്ക് പോകുന്നത്. പക്ഷേ എക്സ്പെരിമെൻ്റലി നമ്മൾ പറയുന്നത് എന്താണ്, പോസിറ്റീവ് ബി മെറ്റൽ പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജാണ് എർത്ത് ചെയ്ത് പോകുന്നതെന്നാണ് കേട്ടോ. ഓക്കെ, നെഗറ്റീവ് ചാർജ് അപ്പോൾ എന്തായിരിക്കും, പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് പോയി അവിടെ എർത്ത് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ നെഗറ്റീവ് ചാർജ് റിമെയിൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. വിൽ സ്റ്റേസ് അറ്റ് ഇറ്റ് ബൗണ്ട് ടു പോസിറ്റീവ് ചാർജ് ഓൺ അല്ലേ. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതെന്തായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു എ മെറ്റൽ പ്ലേറ്റുമായിട്ട് ഈ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടുത്തെ പോസിറ്റീവ് ചാർജുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ.
And due to this induced negative charge on B, the potential of A decreases and its capacitance increases. Okay, അപ്പോൾ എന്താണ് ഈ ഒരു നെഗറ്റീവ് ചാർജ് എ മെറ്റൽ പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജുമായിട്ട് ബൗണ്ട് ചെയ്ത് വന്നു. ഇനിയിപ്പം ഇവിടുത്തുള്ള ഈ ഒരു നെഗറ്റീവ് ചാർജ് കാരണം, ബിയിലുള്ള നെഗറ്റീവ് ചാർജ് കാരണം ഇവിടെ ബിയിലുള്ള ഈ ഒരു നെഗറ്റീവ് ചാർജ് കാരണം എന്തായിരിക്കുന്നു, എയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, നോർമലി അതിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. വി ഡിക്രീസ് ചെയ്യുന്നു, ബട്ട് അതിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം നമ്മളെന്താ, ഇത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്, നമ്മുടെ കപ്പാസിറ്റൻസ് എന്ന് നമുക്ക് പറയാം. Hence we can say that capacitance of an insulated conductor can be increased by bringing near it an uncharged earth conductor. അപ്പം നമുക്ക് എന്താ പറയുന്നത്, ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാം, അതിൻ്റെ അടുത്ത് തന്നെ അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു എർത്ത് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു വർക്കിങ്ങിൽ കണ്ടതുപോലെ. അപ്പം ഇതാണ് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇപ്പം കപ്പാസിറ്റേഴ്സ് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഇലക്ട്രിക് എനർജി സ്മോൾ സ്പേസ് ഓഫ് ടൈമിൽ ഇൻ്റർവെല്ലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. നമ്മളിപ്പോൾ ഫോണിൽ നമ്മൾ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, പ്ലസ് നമ്മൾ ഡേറ്റാസൊക്കെ കുറച്ച് നാളത്തേക്ക് അവിടെ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിലൂടെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് കപ്പാസിറ്റർ ആണ്. അപ്പം അതായത് 2 പാരലൽ മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ടാവും. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ 2 പാരലൽ ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഈച്ച് ഓഫ് ഏരിയ എ ആയിരിക്കും വരുന്നത്. അത് എന്ത് വെച്ചിട്ടൊരു ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇൻസുലേറ്റിംഗ് മീഡിയം, ആ ഒരു ഡി ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ടല്ലോ, അതൊന്നെങ്കിൽ എയർ ആവാം, പേപ്പർ ആവാം, മൈക്ക, ഗ്ലാസ്. ഇൻസുലേറ്റർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കറണ്ടിനെ കണ്ടക്ട് ചെയ്യിക്കാത്ത, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മീഡിയമാണ്. അപ്പം നമ്മൾ ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു 2 പാരലൽ പ്ലേറ്റിനും ഇടയിൽ വെച്ചിരിക്കുന്ന ഇൻസുലേറ്റർ മീഡിയം ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. നമ്മൾ എടുക്കുന്ന ആ ഒരു കോമ്പണൻസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും ആ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ ദ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ടു ദി ടെർമിനൽസ് ഓഫ് എ ബാറ്ററി അല്ലേ. എവിടെ എന്തൊക്കെയാണ്, ഇതാണ് ഡി ഡിസ്റ്റൻസ് വരുന്നത്. ഇത് നമ്മുടെ മെറ്റൽ പ്ലേറ്റ്സ്. ഇവിടെയാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള റബ്ബറോ വുഡോ എന്തെങ്കിലും കൊടുക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഇത് എവിടെയാണ് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പോസിറ്റീവ് എൻഡ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, and suppose these plates are acquire plus q and minus q charge when the capacitor is fully charged അല്ലേ. ഈ ഒരു കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് അക്വയർ ചെയ്യുന്നുണ്ട്. ഇതെവിടെയാണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് കേട്ടോ ഇത് അക്വയർ ചെയ്യുന്നത്, ഈ ഒരു ചാർജസ്. ആൻഡ് when the separation d is small compared to the size of the plates, distortion of electric field at the boundaries of the plates can be neglected. അപ്പം ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ആ ബൗണ്ടറീസിൽ ഉണ്ടാകുന്ന ആ ഒരു എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദറ്റ് ഈസ് സെപ്പറേഷൻ ഡി ഉണ്ടല്ലോ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ഡി എന്ന് പറഞ്ഞ സെപ്പറേഷന് ഈ മെറ്റൽ പ്ലേറ്റിനേക്കാളും ചെറുതാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇഫ് സിഗ്മ ഈസ്
surface charge density on either plate. The magnitude of electric field between the plate is given by E is equal to sigma divided by epsilon 0 is equal to Q divided by epsilon A ആണ് വരുന്നത്. അപ്പം and the potential difference between the plate is given by എന്തായിരിക്കും ആ ഒരു പ്ലേറ്റ്, രണ്ട് പ്ലേറ്റിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ രണ്ട് പ്ലേറ്റിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to ED ആയിരിക്കും കേട്ടോ വരുന്നത്. ഓക്കെ, and next നമുക്ക് നോക്കാം. hence capacitance of the parallel plate capacitor whose plates are separated by D and have air in between them is given by എന്താണ് ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ കപ്പാസിറ്റൻസ് C0 is equal to Q by V ആയിരിക്കും. Q by QD divided by epsilon 0 A ആയിരിക്കും. ദെൻ നമ്മളത് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ epsilon 0A divided by D ആയിട്ട് വരും. It shows that capacitance of the parallel plate capacitor is directly proportional to the area of the plate and inversely proportional to their separation. എന്താണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്തിന് ഈക്വൽ ആണ്? ഒരു കപ്പാസിറ്റർ ആ ഒരു പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാന്നാണ്. ആൻഡ് അത് ഇൻക്രീസ് ചെയ്യുന്നതിനെ കൊണ്ട് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അതിൻ്റെ സെപ്പറേഷന്. ഇപ്പം സെപ്പറേഷൻ ചെയ്യുന്ന ഇത് ഡിക്രീസ് ചെയ്യാന്നാണ് മീൻസ് വരുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ടു ഒബ്റ്റെയിൻ ഹൈ കപ്പാസിറ്റൻസ് ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി ലാർജ് ആൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഷുഡ് ബി സ്മോൾ. അല്ലേ, ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ കപ്പാസിറ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു സെപ്പറേഷന് അത് സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇഫ് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ other than air or vacuum, the capacitance of a parallel plate capacitor is given by. ഇതൊരു MCQ ആയിട്ടുള്ള ചോദിക്കാം. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്, എയറോ വാക്വോ അല്ലാതെ വേറൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളെ കപ്പാസിറ്റർ, രണ്ട് പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വരുന്നുണ്ടല്ലോ, ഒരു ഡിസ്റ്റൻസ്, അത് ഡൈഇലക്ട്രിക് മെറ്റീരിയലും വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്താണെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് C is equal to epsilon A divided by D and C equal to K epsilon 0 A divided by D ആയിരിക്കും കേട്ടോ. where epsilon is called permittivity of the medium. മീഡിയത്തിലുള്ള പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ. അപ്പം ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പെർമിറ്റിവിറ്റീനെ നമ്മൾ എന്താ പറയുന്നത്? epsilon 0 ആയിരിക്കും അല്ലേ. ഇത് രണ്ടും തമ്മിലുള്ളതിനാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. therefore we find അല്ല ഇതിൽ ഒന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം therefore we find that capacitance of a dielectric filled parallel plate capacitor becomes K times the capacitance with the air or vacuum as dielectric. That is C equal to K0 KC0 ആയിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആൻഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണ്? Okay, we can also define dielectric constant by calculating the force between the charges. According to Coulomb's law, the magnitude of the force of interaction between two charges Q and Q2 separated by a distance are in vacuum. നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലേ, ഒരു രണ്ട് ചാർജസിന് ഇടയിൽ ആ ഒരു ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്താണെന്നാണ് കൂളോംസ് ലോ വിശദീകരിക്കുന്നത്. ദാറ്റ് ഈസ് FV is equal to 1/4 epsilon 0. അതായിരിക്കും K ആയിരിക്കും കേട്ടോ. 1/4 epsilon 0 വരുന്നത്. അപ്പോൾ Q1 Q2 എന്ന് വെച്ചാൽ ചാർജസ് ആണ്, ഡിവൈഡഡ് ബൈ ദ സെപ്പറേഷൻ R². ഓക്കെ, where epsilon 0 is the permittivity of the free space. If the charges are held at the same distance in a material medium. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രീ സ്പേസിലുള്ളതാണ്. അപ്പം മെറ്റീരിയൽ മീഡിയത്തിലാണെങ്കിൽ ദർ ഈസ് ഓൺലി എ ചേഞ്ച്. നേരത്തെ നമ്മൾ epsilon 0 ആണ് യൂസ് ചെയ്തിരുന്നത് ഫ്രീ സ്പേസിൽ. മെറ്റീരിയൽ മീഡിയത്തിലേക്ക് വരുമ്പോൾ അതെന്തായിരിക്കും? എപ്സിലോൺ ആയിട്ട് മാറും. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പം
നേരത്തെ ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് വി വെക്ടർ ആൻഡ് ഡിവൈഡഡ് ബൈ എഫ് എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പം ഒരു മെറ്റീരിയൽ മീഡിയത്തിലുള്ള നമ്മുടെ പെർമിറ്റിവിറ്റിയും ആൻഡ് ഫ്രീ സ്പേസിലുള്ള പെർമിറ്റിവിറ്റിയും റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെ ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എപ്സിലോൺ ആറിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് കൂടെ പറയുന്നുണ്ട്? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ റേഷ്യോ പെർമിറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ റേഷ്യോ ആണ് കേട്ടോ ഇത് കാണിക്കുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ് 2 തരത്തിലാണ്. ഇനിയുള്ള ക്ലാസ്സസിലും നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പിംഗ് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് കപ്പാസിറ്റേഴ്സ് ജോയിൻഡ് ഇൻ പാരലലായിട്ട് വരുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഇവിടെ കണ്ടില്ലേ, ഇതൊരു കപ്പാസിറ്ററാണ്, ഇതൊരു രണ്ടാമത്തെ കപ്പാസിറ്റർ C2, ഇത് മൂന്നാമത്തെ കപ്പാസിറ്റർ C3. അപ്പം ഇതിൻ്റെ ഈ ഫസ്റ്റ് പ്ലേറ്റ് എങ്ങോട്ടാണ്? ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് പ്ലേറ്റ് ഒന്നായിട്ടാണല്ലേ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് വൺ ഇതിൻ്റെ ഒക്കെ എങ്ങനെ ഒരുമിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഗ്രൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം. ചാർജ് ഓഫ് ദിസ് വിൽ ബി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്കിതിനെ Q1 ഇസ് ഈക്വൽ ടു C1V എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഇത് ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ചാർജ് വരുന്നത് Q1. ഇനിയിപ്പോൾ അന്നേരം സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ എന്തായിരിക്കും വരുന്നത്? Q2 ഇസ് ഈക്വൽ ടു C2 ഡിവൈഡഡ് ബൈ V ആയിരിക്കും. ഇനി തേർഡ് കപ്പാസിറ്റർ Q3 ഈസ് ഈക്വൽ ടു C3 ഇൻറ്റു V ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇതിൽ ചെറിയൊരു ഡെറിവേഷൻ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രം മതി. അധികം ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു പ്രോബ്ലം ലൈക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷനാണ് ഇത് വരുന്നത്, CP. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിന് the capacitor have the same potential difference between their plates but charge is distribution in proportion to their capacitance. അപ്പം ഇതിൻ്റെ ഒരു ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ എന്തായിരിക്കും? സം ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. ഓരോ കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റൻസ് ആയിരിക്കും, അതിനെ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, ഒരു ഇങ്ങനത്തെ ഒരു ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഇതിലുള്ള കപ്പാസിറ്റൻസ് ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന നമുക്കൊന്ന് ചെയ്ത് നോക്കാം എത്രയാണെന്ന്. ഓക്കെ, അപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. CP is equal to C1 plus C2 plus C3. അതിൽ എത്രയൊക്കെ കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ടോ അതിൻ്റെ വാല്യൂസും അവിടെ തന്നെ ഉണ്ടാവും. അതിനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഈ ഒരു പാരലൽ കോമ്പിനേഷനിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷനിലായിരിക്കും കേട്ടോ. ഇതാണ് സീരീസ് കോമ്പിനേഷനിലുള്ളതാണ്. സീരീസ് കോമ്പിനേഷൻ നിങ്ങൾ നോക്കൂ, നേരത്തെ ചിത്രത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് പ്ലേറ്റ് ഇവിടുത്തെ പവർ സപ്ലൈൻ്റെ ഈ ഒരു എൻഡുമായിട്ട്, നെക്സ്റ്റ് പ്ലേറ്റ് രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റുമായിട്ട് അല്ലേ. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു മോഡലിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് മെറ്റൽ പ്ലേറ്റ് ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുന്നു ആൻഡ് സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ ഒരു ഫോം ഓഫ് ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ സീരീസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻ്റ് ഓഫ് ദി ഈ ഒരു കപ്പാസിറ്റേഴ്സ് എന്തായിരിക്കും ഈക്വൽ ടു ദി സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കലുമായിട്ടാണ് ഈക്വൽ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സീരീസ് കോമ്പിനേഷനിലുള്ള കപ്പാസിറ്റൻസ് എന്തായിരിക്കും, എന്തിനോട്, റെസിപ്രോക്കൽ ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് അല്ലേ. C1ൻ്റെ C2ൻ്റെ C3ൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതിൻ്റെ സം ആയിരിക്കും കേട്ടോ. അപ്പം നോട്ട് ഓൾ ദാറ്റ് ദി കപ്പാസിറ്റർ ഇൻ സീരീസ് ഗ്രൂപ്പിംഗ് ഹാവ് ദി സെയിം എമൗണ്ട് ഓഫ് ചാർജ്. ഇവിടെ എന്തായിരിക്കും, നേരത്തെ സെയിം പാരലൽ ഗ്രൂപ്പിലാണെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ചേഞ്ച് വരുന്നത് എന്താണ്, ചാർജിലാണ്. പക്ഷേ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ വരുമ്പോൾ ഇതിൽ സെയിം എമൗണ്ട് ഓഫ് ചാർജ് ആണ് വരുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. That means capacitor with the minimum capacitance of the combination will have a maximum potential difference between its plates. Okay. ഇപ്പം നമുക്ക് C1/C ഒരു ഇൻവേഴ്സിലാണല്ലോ ഉള്ളത്. അപ്പം കപ്പാസിറ്റൻസ് സീരീസ് കോമ്പിനേഷനിൽ C = നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാണ്, ഒരു സീരീസ് കോമ്പിനേഷനിലുള്ള രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെ മാത്രം കപ്പാസിറ്റൻസ് കാണുന്നുണ്ടെങ്കിൽ C = നമുക്ക് എങ്ങനെ എഴുതാം, ഇത് C1 ആയിരിക്കും, ഇത് C2 ആയിരിക്കും. അപ്പം C1 C2 ഇൻറ്റു C1 + C2 കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇതായിരിക്കും ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരാൻ നമുക്കൊരു പ്രോബ്ലം ഇവിടുന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് 2 capacitors C1 = 12 mF and C2 = 4 mF and are in group connection. Calculate the effective capacitance of the system when they are connected, A in series, B in parallel. അപ്പം സീരീസിൽ നമുക്കിവിടെ C1 ഉം C2 എന്ന് പറഞ്ഞിട്ട് രണ്ട് കപ്പാസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്, 12ഉം 4ഉം ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് അവർ ചോദിക്കുന്നത് സീരീസ് കോമ്പിനേഷനിലാണ്. സീരീസ് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കുറച്ച് മുൻപേ പറഞ്ഞു നിർത്തിയത്. അതെങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, C = C1 × C2 ഡിവൈഡഡ് ബൈ C1 + C2 അല്ലേ. അപ്പോൾ എന്താണ്, C1 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 12 mF ആണ് രണ്ടും, അതുകൊണ്ട് നമുക്ക് സെയിം ആയതിനെ കൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല അതിൻ്റെ വാല്യൂസ്. ആൻഡ് 12 × 4 ഡിവൈഡഡ് ബൈ C1 + C2 എത്രയാണ്, 12 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 അല്ലേ. 12 × 4 ആൻഡ് ദിസ് ഈസ് 12 + 4 എത്രയാണ്, 60. അപ്പം ഇവിടെ എന്ത് പോകുന്നു, 60 എത്ര പോകുന്ന, ഇവിടെ 1 പോകുന്നു, 3. അപ്പം നമുക്ക് എത്രയാണ് ആൻസർ ഇടുക, 3 mF ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഏതാണ്, പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ്റെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, ചാർജസ് ആണ് മാറ്റുള്ളത്. അപ്പം ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, C = സം ഓഫ് ദി ഓൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ C1 + C2 മാത്രമാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു +12 + 4 = 16 mF. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 capacitors are connected together as shown in figure. Calculate the equivalent capacitance of the system. ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി സിസ്റ്റത്തിൻ്റെ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ്, ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. അപ്പം ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഇത് ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് ആണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഇത് രണ്ടും നോക്കും നിങ്ങൾ. ഇത് ഏതൊരു ഗ്രൂപ്പിംഗാണ് വരുന്നത്, ഇതിൻ്റെ ഈ ഒരു എൻഡും സെയിം ആണല്ലേ, ഇവിടെ സെയിം ആയിട്ട്. അപ്പോൾ ഇതൊരു പാരലൽ ഗ്രൂപ്പിംഗ് ആണ് ഇതിന്.
പാരലൽ ഗ്രൂപ്പിംഗ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെയ്യാം. പാരലൽ ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച ആഡ് ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞേ. അപ്പം ഈ ഒരു C1ഉം C2 ആഡ് ചെയ്യാം. C1 + C2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? C1 6 + C2 3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 μF. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഈ ഒരു ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഇത് പാരലലാണോ? അല്ല അല്ലേ. ഈ ഒരു പ്ലേറ്റ് ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ കപ്പാസിറ്ററുമായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പം കപ്പാസിറ്റർ C3ഉം C4ഉം എങ്ങനെയാണ്? സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ C3 × C4 ഡിവൈഡഡ് ബൈ C3 + C4 അല്ലേ. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? C3 × C4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 × 4 ഡിവൈഡഡ് ബൈ 16 + 4 അല്ലേ. അപ്പം ഇതെന്താ? 6 24 54 എന്നല്ലേ ഡിവൈഡഡ് ബൈ 20 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എത്ര കിട്ടുന്നത്? 20 60ൽ 3 പ്രാവശ്യം പോകും. ആൻഡ് പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ 40ൽ 22 പ്രാവശ്യം പോകും. ഓക്കെ, അതപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.2 μF ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോട്ടൽ എഴുതാം. എങ്ങനെ? ടോട്ടൽ ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് ഇക്വിവാലൻ്റ് ദിസ് ഹോൾ ആയിട്ടുള്ള ഇതിൽ. അപ്പം ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു ഇവിടുത്തുള്ള ഇതുണ്ടല്ലോ, അത് സീരീസ് കോമ്പിനേഷനിൽ തന്നെയാണ് അല്ലേ വരുന്നത്. ഇത് രണ്ടും കൂടെ പോയിട്ട് അപ്പോൾ നമുക്ക് ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? 9 + 3.2 ആയിരിക്കും. 12.2 ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഇതാണ് ഈ ഒരു സിസ്റ്റത്തിലുള്ള ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഡൈഇലക്ട്രിക് ആൻഡ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പം വി നോ ദാറ്റ് ദി ഡൈഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് അല്ലേ. നമ്മുടെ രണ്ട് പ്ലേറ്റ്സിനെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൽ കണ്ടു. നമ്മുടെ മെറ്റീരിയൽ പ്ലേറ്റിനെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു എന്താണ് ഡൈഇലക്ട്രിക് ആയിരിക്കും. അത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും. വിച്ച് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് എഫക്ട്സ് വിത്തൗട്ട് കണ്ടക്റ്റിംഗ് അല്ലേ. എന്ത് എഫക്റ്റാണ് അത് കൊടുക്കുന്നത്? ഇലക്ട്രിക് എഫക്ട്സ്. കണ്ടക്ട് ചെയ്യാതെ തന്നെ ഇലക്ട്രിക് എഫക്ട്സ് കൊടുക്കുന്നതാണ് ഈ ഒരു ഡൈഇലക്ട്രിക്സ്. ഇതിനെ 2 ടൈപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, നോൺ പോളാർ ആൻഡ് പോളാർ. അപ്പം അതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് കോയിൻസൈഡ് വിത്ത് ദി സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ്. എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. വിച്ച് മോളിക്യൂൾ ഹാസ് 0 ഡൈപോൾ മൊമെൻറ്റ് ഇൻ ഇറ്റ്സ് നോർമൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഡൈപോൾ മൊമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് G എന്നൊരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നതാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 2 കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പം അത് നോർമൽ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. These type of molecules are mostly symmetrical such as nitrogen, oxygen, benzene, methane, carbon dioxide ഒക്കെയാണ് ഈ ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്സിന് ഉദാഹരണമായിട്ട് വരുന്നത് കേട്ടോ. MCQ പാർട്ടിലൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ നോൺ പോളാർ ഡൈഇലക്ട്രിക്സിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ഒക്കെ തരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂസ് ചെയ്യണം. ഇതൊന്ന് ഏതെങ്കിലും ഒന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി പോളാർ ഡൈഇലക്ട്രിക്സ്. പോളാർ ഡൈഇലക്ട്രിക്സ് എന്താണെന്ന് നോക്കാം. പോളാർ ഡൈഇലക്ട്രിക്സ് ഹാവ് asymmetric shape of the molecule such as water, NH3, HCl, hydrochloric acid,
and in such molecules the center of positive and negative charges are separated through a definite distance and have a finite permanent dipole moment. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് നോൺ പോളാർ മോളിക്യൂൾസ് എങ്ങനെ ആയിരിക്കും, രണ്ടും കോയിൻസൈഡ് ചെയ്യും. ദാറ്റ് ഈസ് പ്ലസ് പോസിറ്റീവ് ചാർജും അതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല, രണ്ടിൻ്റെ ഡിസ്റ്റൻസ് ഇല്ലല്ലോ, രണ്ടിൻ്റെ സെൻറ്ററും ഒന്നും കൂടെ ഞാൻ വരച്ചു തരാം. ദാറ്റ് ഈസ് ഇത് പ്ലസ് പോസിറ്റീവ് ചാർജ് ദ സെൻറ്റർ ആൻഡ് ദിസ് ഈസ് ഇത് മൈനസിൻ്റെ. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ പെർഫെക്റ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്സ് പറയുന്നത്. ആൻഡ് പോളാർ ഡൈഇലക്ട്രിക്സിൽ എന്താണ്, സെപ്പറേറ്റഡ് ത്രൂ എ ഡെഫിനിറ്റ് ഡിസ്റ്റൻസിൽ. അപ്പോൾ എന്താണ്, ഒരു ഫൈനൈറ്റ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറും ഒക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാപ്റ്റർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.